നന്ദി ഹിൽസിൽ പോയതിന് ശേഷം ഞങ്ങൾ അടുത്തതായി പോകാൻ പോകുന്നത് ഭോഗനന്ദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. അപ്പം നന്ദി ഹിൽസിൽ പോയതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക എല്ലാവരും. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. അപ്പം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതാണ് ഒരു റോസാപ്പൂവിൻ്റെ തോട്ടമാണ്. ഇവിടെ മഞ്ഞ റോസാപ്പൂവാണ് ഞങ്ങൾ കണ്ടത്. മഞ്ഞ റോസാപ്പൂവിൻ്റെ തോട്ടം മാത്രമല്ല, അവിടെ ചുവപ്പ്, ഓറഞ്ച്, വെള്ള അങ്ങനെ ഒരുപാട് പൂക്കളുടെ തോട്ടങ്ങൾ അവിടെ ഉണ്ട്. ഭയങ്കര മനോഹരമായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള വളപ്രയോഗവും അതുപോലെ വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരത്രയും നല്ല രീതിയിൽ അത് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ മുന്തിരി തോട്ടവും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള തോട്ടക്കാരോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയതും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുന്തിരിയൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് ഞങ്ങൾക്കത് കാണാൻ പറ്റിയത്. പകുതി ഭാഗങ്ങൾ പച്ച നിറത്തിലുള്ള മുന്തിരിയായിരുന്നു, പിന്നീട് അത് ചെറിയ ഭാഗങ്ങളായിട്ടത് പഴുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അവർ അത്രയും നല്ല രീതിയിൽ അതിനെ കൊണ്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് അവരതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മുന്തിരി വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ പോയാലാണ് മനസ്സിലാക്കാൻ പറ്റുക. ഒരുപാട് കർഷകരുടെ അധ്വാനം, അവർ വളരെ വളരെ തുച്ഛമായ വിലയ്ക്കാണ് അവർ ചിലപ്പോൾ അത് കൊടുക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ അവർ അത് വലിയ രീതിയിലാണ് മാർക്കറ്റുകളിൽ അത് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ജമന്തി തോട്ടമാണ് പോകുന്ന വഴിയിൽ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു മണമായിരുന്നു. അത്രക്കും രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ആ ജമന്തി തോട്ടവും മുന്തിരിപ്പാടവും ആ റോസാപ്പൂവിൻ്റെ തോട്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴി അത്രയും മനോഹരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ തോട്ടത്തിൽ കയറുന്ന സമയത്ത് അവിടെ പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അവരത്രയും ചെറിയ തുച്ഛമായ വിലക്കാണ് അവരവിടെ ജോലി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പൂക്കളൊക്കെ കയറ്റി അയക്കുമ്പോഴും ആ തോട്ട ഉടമയ്ക്കും അതുപോലെ അവിടെ ജോലി എടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ചെറിയ പൈസയാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഈ ഓണത്തിൻ്റെ സീസണും കാര്യമൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലും അത് എത്തുന്ന മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ വിലക്കാണ് ഈ പൂവൊക്കെ വിറ്റുപോകുന്നത്. പക്ഷെ അവർക്ക് ആ രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ തോട്ടത്തു നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ഇത് കർണാടകയിലെ ചിക്കബല്ലാപൂർ ജില്ലയിലെ നന്ദി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ്. ഭോഗനന്ദീശ്വര ക്ഷേത്രവും അരുണാചേശ്വര ക്ഷേത്രവും. പിന്നീട് ഞങ്ങൾ കണ്ടത് ഒരു പഴയ രഥമാണ്. ഇവിടെ വലിയൊരു രഥമായിരുന്നു. വലിയ രീതിയിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു പഴയ രഥമാണ്. അതിൻ്റെ വലുപ്പം മനസ്സിലാക്കാനായിരുന്നു ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നത്. ഒത്തിരി വലുതാണ്. അത് മാത്രമല്ല, നല്ല രീതിയിലുള്ള കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. അത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ പഴയ രഥം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് പുതിയൊരു രഥവും അവർ പണി കഴിച്ച് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കവർ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ കാണാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ രഥം തന്നെ അത്രയും മനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. കർണാടകയിലെ ചിക്കബല്ലാപൂർ ജില്ലയിലെ നന്ദി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണിത്. അതായത് ഭോഗനന്ദീശ്വര ക്ഷേത്രവും അരുണാചേശ്വര ക്ഷേത്രവും. ഞങ്ങൾ ഭോഗനന്ദീശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിച്ചത്. ഇവിടെ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവിടുത്തെ കൊത്തുപണികളാണ്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കല്ലുകളാൽ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവയ്ക്ക് C9 മുതൽ 10 നൂറ്റാണ്ടുകൾക്കിടയിലുള്ള കാലപ്പഴക്കം പല വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിലെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ നോളമ്പവാടി ശൈലിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് നോളമ്പ രാജവംശമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രം, ഭോഗനന്ദീശ്വര ക്ഷേത്രം പണി കഴിഞ്ഞ് താമസിയാതെ തന്നെയാണ് അരുണാചേശ്വര ക്ഷേത്രവും ഇതിൻ്റെ തെക്കുഭാഗത്തായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഈ സമുച്ചയം പുനരുദ്ധാരണകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും വിധേയമായിട്ടുണ്ട്. വലുതും സങ്കീർണവുമായ കൊത്തുപണികളുള്ള സഭാമണ്ഡപം, ലിഖിതങ്ങൾ, കലാസൃഷ്ടികൾ എന്നിവയാണ് ഈ ക്ഷേത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. അതുമാത്രമല്ല, ഇവിടുത്തെ കൊത്തുപണികളിൽ ഭൂരിഭാഗവും ശൈവമതത്തിൻ്റെതാണ്. കൂടാതെ നരസിംഹം, വിഷ്ണു, ദുർഗ, ലക്ഷ്മി, സൂര്യൻ, അഗ്നി എന്നിവയ്ക്കും ഒരു വലിയ പ്രാധാന്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്.
ഭോഗനന്ദീശ്വര ക്ഷേത്രത്തിനും അരുണാചലേശ്വര ക്ഷേത്രത്തിനും വാസ്തുവിദ്യ ഒരേ വാസ്തുവിദ്യയാണ്. അതായത് ഇവർ ഉപയോഗിച്ച വാസ്തുവിദ്യ ഒന്ന് തന്നെയാണ്, പക്ഷേ കൃത്യമായ സമാനതകളില്ല. അരുണാചലേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് പുതിയവും അല്പം സങ്കീർണമായ കലാസൃഷ്ടിയും ഉള്ളതാണ്. രണ്ടിലും കാണപ്പെടുന്ന ഒരു സമാനത എന്ന് പറയുന്നത് ഒരു വലിയ മുറ്റവും അതുപോലെ തന്നെ സഭാമണ്ഡലം, അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ മുന്നിലായിട്ട് നന്ദിയുടെ ഒരു ശില്പവും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നടന്നു കണ്ടു. വലിയ ക്ഷേത്രമാണ്. ഇതിലേറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാണാനും നമുക്ക് ആസ്വദിക്കാനും ഉള്ളത് ഇതിൻ്റെ കൊത്തുപണികൾ തന്നെയാണ്. ഇവിടെ വലിയൊരു സഭാമണ്ഡപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ഇതൊക്കെ ആസ്വദിക്കാനുള്ള വലിയൊരു അവസരം തന്നെയാണുള്ളത്. പിന്നീട് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരാൾ അവിടുന്ന് ഓടക്കുഴൽ ഊതുന്നുണ്ടായിരുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ ഒരു ആംബിയൻസിൽ അത് കേൾക്കാൻ വളരെ സുഖമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഓരോ തൂണിലും അവരുടെ ഓരോ രീതിയിലുള്ള കൊത്തുപണികളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും മനോഹരമായ സൃഷ്ടികൾ ഇത്രയും വർഷം മുൻപേ ഒരു ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് അവർ കൈകൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതമുള്ള കാര്യം തന്നെയാണ്.